എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ വാർത്ത ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം നിർത്തി. ഇപ്പോൾ രണ്ടാമതും തുടങ്ങി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡ് പണി ആരംഭിച്ചതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. വലിയ ട്രാഫിക്കാണ് ഈ മേഖലയിൽ, അതായത് കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാനാകാത്ത സ്ഥിതിയിലാണുള്ളത്. മണിക്കൂറുകളോളം വാഹനങ്ങൾ ഈ ബ്ലോക്കിൽ കുടുങ്ങിയാണ്. നമുക്കറിയാം, മെഡിക്കൽ കോളേജിലേക്ക് അടക്കം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് ഇങ്ങനെ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. നാട്ടുകാരൊക്കെ തന്നെ നേരത്തെ ഇതുമായി ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത് പണി നടക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയും അങ്ങനെ നാട്ടുകാർക്ക് യാതൊരു നിർദ്ദേശവും നൽകാതെയാണ് ഇങ്ങനെ റോഡ് പണിയിലേക്ക് പെട്ടെന്ന് ആളുകൾ കടന്നത്. അതോടുകൂടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. രാവിലെ 6 മണിക്ക് തുടങ്ങിയിരിക്കണമല്ലേ, സ്കൂളിൽ എത്രയോ കുട്ടികൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഇന്നത്തെ അവസ്ഥയിൽ. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ വാർത്ത ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം നിർത്തി. ഇപ്പോൾ രണ്ടാമതും തുടങ്ങി. ട്രാഫിക്കിലേക്ക് 3 പ്രാവശ്യം വിളിച്ച്, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് 2 പ്രാവശ്യം വിളിച്ച്, ഇതൊക്കെ സംസാരിച്ചാൽ നമ്മൾ. എന്നിട്ട് ഇവർ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, രാത്രി എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോഡ് പണി ഉണ്ട് എന്നുള്ള കാര്യം? അവിടെ ആരും അറിയില്ലല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് തുടങ്ങിയാൽ ഓലോട് പറഞ്ഞിട്ട് പോലും നിർത്തണില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം എടുത്തിട്ട് ആ പണി നിർത്തി വെച്ച്, പിന്നെ പണി ഇപ്പോൾ ഒരു 10 ദിവസം പണിയില്ല, പണി നടക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത പണി ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് പണി നിർത്തി വെച്ചതാണ്. കാരണം അത്രയും ജാമാണ്. ഇവിടുന്ന് കുറ്റിക്കാട്ടിനപ്പുറം വരെ ജാമാണ്, അങ്ങോട്ട് ചെറുപ്പുര ജാമാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ പണി നിർത്തി വെച്ചാലാണ് ഇത്രയും ഒന്ന് ക്ലിയർ ആയി കിട്ടിയത്. വീണ്ടും ഇപ്പോൾ പണി തുടങ്ങി, വീണ്ടും ജാമായി. ഇപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അത്രയും വർത്താണ്ടാക്കി ആംബുലൻസിന് കുടുങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടി പോലും പോലെ അത്രയും ടൈറ്റാ, അത്രയും 2 മണിക്കൂർ സാറ് ബ്ലോക്ക് ആയി. 2 മണിക്കൂർ തീർത്ത് ബ്ലോക്ക് ആയി. ഞാനിവിടെ ഇറങ്ങി നിർത്താൻ പറഞ്ഞ് നിർത്തിയാലാണ് ഇത് രണ്ടാമതും ചാലു ആയത്. രാവിലെ 2 മണിക്കൂർ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ. 2 മണിക്കൂർ ബ്ലോക്ക് ആയിട്ട് സ്കൂൾ കുട്ടികൾ വായക്കാട് സ്കൂളിലേക്ക് പോകുന്ന ബസ് ഉണ്ട് ഇല്ലേ, ഇടവണ്ണപ്പാറ കോഴിക്കോട് ടച്ച് ചെയ്തിട്ട് അവിടെ പോകുന്ന മക്കൾ റിട്ടേൺ വന്നതാണ്. സ്കൂളിൽ പോകാൻ കഴിയാതെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 9 സ്കൂൾ തുടങ്ങും. ബസ് നിർത്താൻ കഴിയില്ല, ഒക്കെ നേരം വൈകിട്ടാണ് പോകുന്നത്. ഓരോ ബസ്സും ട്രിപ്പ് കട്ടാവുകയാണ് അവിടെ ഇവിടെയും പോയിട്ട്. ഇപ്പോൾ ഇവിടെ വന്നേരം രണ്ടാമത് നമ്മൾ നിർത്തി, നമ്മളിവിടെ നിന്നതാണ് 2 മണിക്കൂർ. ഇപ്പം നിർത്തി രണ്ടാമതും തുടങ്ങി. അതാണ് ഇവിടെ വീണ്ടും ബ്ലോക്ക് വന്ന്. ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നാട്ടുകാർ നേരിടുന്നത്. സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാനാകുന്നില്ല, അതുപോലെ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗികൾക്ക് പോകാനാകുന്നില്ല. ആ സ്ഥിതിയിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് കോഴിക്കോട് പൂവാട്ടുപറമ്പിലുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത്, സാധാരണഗതിയിൽ ആളുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകി അല്ലെങ്കിൽ നേരത്തെ ഒരു അറിയിപ്പ് നൽകിയതിനു ശേഷമാണ് റോഡ് പണി ആരംഭിക്കാറുള്ളത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ റോഡ് പണികളൊക്കെ തന്നെ പെട്ടെന്ന് തീർക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ യാതൊരു അറിയിപ്പും നൽകാതെ റോഡ് പണിയിലേക്ക് കടന്നത്. അങ്ങനെയാണ് കരാറുകാരെത്തി റോഡ് പണി പുരോഗമിക്കുന്നതിനിടെയാണ് വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും നിരവധി വാഹനങ്ങളാണ് ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ വാഹനങ്ങൾക്ക് ഈ ബ്ലോക്കിൽ നിന്നും ഇതുവരെ മോചിതരായി വാഹനങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോഴും റോഡ് പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ആളുകൾ എത്തുകയും ഈ റോഡ് പണി നിർത്തിവെക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ വാഹനങ്ങൾ വലിയ ഗതാഗതക്കുരുക്കുണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആളുകൾ പോയത്. ഏതായാലും ആ സമയത്ത് നിർത്തിവെച്ചെങ്കിലും പിന്നീട് വീണ്ടും ഈ റോഡ് പണി പുനരാരംഭിക്കുകയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് തന്നെ ഈ പണി പൂർത്തിയാക്കാനായില്ലെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള ഗതാഗതക്കുരുക്കുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ക്യാമറമാൻ ജിജീഷിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.